നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ത്യയിൽ ജനാധിപത്യം പ്രവർത്തിക്കാത്തതാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് നിർബന്ധിതനാക്കിയത് രാഹുൽ ഗാന്ധി. നിലവിൽ 3 ദിവസത്തെ US സന്ദർശനം നടത്തുന്ന കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി ബുധനാഴ്ച പാർട്ടിയുടെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയെയും കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ പരാജയമാണ് എന്നവകാശപ്പെട്ട രാഹുൽ യാത്രകൾ വീണ്ടെടുക്കലിന് അനിവാര്യമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചു. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് യാത്ര ആരംഭിക്കുവാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ADGP RSS കൂടിക്കാഴ്ച സ്പീക്കറെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ. ADGPയെ മാറ്റണമെന്നും ചിറ്റയം ഗോപകുമാർ. ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ സ്പീക്കർക്കെതിരെ കടുത്ത വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSSനെ ന്യായീകരിച്ചത് ശരിയായില്ലെന്നും സ്പീക്കറുടെ നിലപാടിനോട് യോജിക്കാനാകില്ലെന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇന്ന് കിട്ടിയേക്കും. ഹേമ കമ്മിറ്റി ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പോലീസിന് കൈമാറുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിലെ മൊഴികൾ പരിശോധിച്ച് നിയമോപദേശം തേടാനാണ് SITയുടെ ആദ്യ നീക്കം. കേസെടുക്കുവാൻ കഴിയുന്ന മൊഴിയാണോ എന്നാണ് ഉറപ്പുവരുത്തുക. അതിനുശേഷം മൊഴി നൽകിയവരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കും. കേസുമായി മുന്നോട്ടു പോകുവാൻ തയ്യാറാണെങ്കിൽ കേസെടുത്ത് നടപടി തുടങ്ങും. മുഖ്യമന്ത്രിയുടെ സ്റ്റഡി ക്ലാസ് അല്ല, ആരോപണങ്ങൾക്ക് മറുപടിയാണ് വേണ്ടത്. 7 ചോദ്യങ്ങളുമായി VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബലയെയും റാം മാധവിനെയും 10 ദിവസത്തെ ഇടവേളയിൽ ADGP കണ്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555.
വിവാദങ്ങൾക്കിടയിൽ നിർണായക LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ വിവാദം തുടരുന്നതിനിടെ നിർണായക LDF യോഗം ഇന്ന് ചേരും. 3 മണിക്ക് AKG സെന്ററിലാണ് യോഗം. അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിലാണ് CPIയും RJDയും ഉള്ളത്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ കണക്കിലെടുത്ത് ജില്ലയിലെ SPയെയും DYSPമാരെയും ഇന്നലെ രാത്രി സ്ഥലം മാറ്റിയിരുന്നു. രണ്ടു മാസം മുൻപ് CPMൽ ചേർന്ന കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രന് DYFI മേഖലാ ഭാരവാഹിത്വം. BJP വിട്ട് 2 മാസം മുൻപ് CPMൽ ചേർന്ന കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനെ മലയാലപ്പുഴ DYFI മേഖലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഇന്നലെ ചേർന്ന കൺവെൻഷനിലാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച. ജമ്മുവിൽ പാക് സൈന്യത്തിന്റെ വെടിവയ്പ്, ജവാന് പരിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ജമ്മുവിലെ അഖ്നൂർ മേഖലയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തി. ഏറ്റുമുട്ടലിൽ ഒരു അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. അഞ്ചാം ദിവസം ഉയർന്ന സ്വർണ്ണവില. ഇന്ന് കൂടിയത് 280 രൂപ. വിവാഹ സീസണിലും ഓണാഘോഷവേളയിലും സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തെ റെക്കോർഡ് വിലയിൽ നിന്നും വെള്ളിയാഴ്ച കുറഞ്ഞ സ്വർണ്ണവിലയിൽ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും ഒരേ വിലയിലാണ് സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം നടന്നത്. 280 രൂപയാണ് ഇന്ന് സ്വർണ്ണവിലയിലുണ്ടായ വർധനവ്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 53,720 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് ഇന്നും 6,715 രൂപയാണ് നൽകേണ്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. കേരളത്തിനകത്തും പുറത്തുമായി എന്തിനേറെ വിദേശ രാജ്യങ്ങളിൽ വരെ ഉപഭോക്താക്കളുള്ള സ്ഥാപനം. പ്രധാനമായും UK, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ട്രോഫികൾ, മെഡൽസ് എന്നിവ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. Solutions near Government UP School, Ayagam, Ankamali. Phone 9656867914 8593910564.